ഈ ഓട അതുപോലെ തന്നെ എങ്ങനെ വന്നാലും 3 മാസം കൂടുമ്പോഴെങ്കിലും ഓട വൃത്തിയാക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. നമ്മുടെ ഇവിടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓടയൊക്കെ വൃത്തിയാക്കുന്നത് ഏകദേശം ഒരു 3, 4, 5 വർഷങ്ങൾ കൂടുമ്പോഴത്തേക്കാണ് ഓട വൃത്തിയാക്കുന്നത്. അങ്ങനെ നമുക്കൊക്കെ കയ്യും കാലം കൊണ്ട് നമ്മൾ നടക്കുന്നുണ്ട്, നമ്മുടെ ഭാഗം നോക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ഭാഗം നമ്മൾ നോക്കുന്നില്ല. പാടങ്ങൾ കാണാൻ മതി. ആ പാടത്തിന് നടുക്കൂടെ റോഡുണ്ടെങ്കിൽ അതുവഴി നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ഓടിപ്പോവുകയാണ്. പരിസ്ഥിതി പ്രശ്നം, ഗതാഗത അസൗകര്യങ്ങൾ, കുടിവെള്ളം തീരെയില്ല. പ്രകൃതി ഭംഗി കവിഞ്ഞൊഴുകുന്ന കുട്ടനാട് ഇന്ന് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു. The main solution is education. I mean, there has to be wider education. There has to be affordable education. ഇപ്പോൾ കായലിൽ നിന്ന് വന്ന വേസ്റ്റ് ഇതൊക്കെ ഒരുപാട് കൊതുകുകളൊക്കെ ഉള്ളതിൻ്റെ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ മിക്ക ഗസ്റ്റുകളും ഫോറിനേഴ്സ് ആണെങ്കിലും ഈ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും കംപ്ലൈൻറ്റ് പറയാറുണ്ട്.